വാഹനങ്ങളോടുള്ള ഇഷ്ടം കാരണം സ്വന്തമായി ഒരു ലംബോർഗിനി കാർ തന്നെ നിർമ്മിച്ച് കണ്ണൂർ മാവിലായി സ്വദേശി സരിൻ 1 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് തന്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ നാനോ കാറിനെ സരിൻ ലംബോർഗിനി ആക്കി മാറ്റിയത്. സരിൻ കാർ ഉണ്ടാക്കുന്ന വീഡിയോയും കാർ ജനങ്ങൾക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നതുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു താരത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ആഗ്രഹം മൂത്ത് ഒരു ലംബോർഗിനി കാറ് സ്വന്തമായി ഉണ്ടാക്കി, അതും സ്വന്തം വീട്ടിൽ വെച്ച്. ഇപ്പോൾ പെർളശ്ശേരി മാവിലായി സ്വദേശി സരിനാണ് സ്വന്തമായി ഒരു ലംബോർഗിനി ഉണ്ടാക്കി. നമുക്ക് സരിനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഈ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ആഗ്രഹം പെട്ടെന്ന് പൊട്ടി മുളച്ചതല്ല. ഈ ആഗ്രഹം ചെറുതിലേ നമുക്കിങ്ങനെ വണ്ടികളോടും പൊതുവെ ബൈക്കുകളോടും ക്രേസ് ഉണ്ടാകുന്നതാണല്ലോ ബോയ്സിന്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടതാണ്. നമ്മൾ യൂട്യൂബ്സിനകത്തൊക്കെ കൂടുതലും പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കി കൂടാന്നുള്ളതിൽ ഈ ഒരു ആശയത്തിലെത്തി. ഇപ്പോൾ എത്ര നാളത്തെ ഒരു പ്രയത്നമാണ് ഈ ഒരു കാർ ഉണ്ടാക്കൽ എന്നുള്ളത്? ഇതിപ്പം കൃത്യം 1 വർഷം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മേലെ മാത്രം സ്പെൻഡ് ചെയ്തതല്ല 1 വർഷം. ഞാൻ വേറെ പാർട്ട് ടൈമായിട്ടെന്നല്ല, എൻ്റെ ശരിയായ ജോലി എന്ന് പറയുന്നത് ഞാൻ ടാറ്റു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. സ്വന്തം സ്റ്റുഡിയോ പെർളശ്ശേരി അമ്പലനടയിൽ. അപ്പോൾ അവിടെ നിന്ന് ഫ്രീ ആവുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വർക്ക് എടുക്കുക. അങ്ങനെ രാവുന്ന പകലൊന്നും ഇല്ലാണ്ട് അങ്ങനെ പണിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇത് ഏതൊക്കെ വാഹനങ്ങളുടെ ശേഷിപ്പുണ്ട് ശരിക്കും? ഇതിൻ്റെ അകത്ത് ഇപ്പം മെയിനായിട്ട് എന്ന് പറയാം എൻജിന് നാനോൻ്റെതാണ്. നാനോൻ്റെ എൻജിൻ വെച്ചിട്ട് ബാക്കിയൊക്കെ ഹാൻഡ് മെയ്ഡും. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേറെ വാഹനങ്ങളുണ്ട്. ആൾട്ടോൻ്റെ ഉണ്ട്, സെന്നിൻ്റെ ഉണ്ട്, ഒമിനീൻ്റെ ഉണ്ട്, ബലാനൻ്റെ ഉണ്ട്, ഹോണ്ട സിറ്റീൻ്റെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ സ്പെയറുകൾ ഇതിൻ്റെ അടുത്ത്. പക്ഷേ ഇത് പൊതുനേരത്തിൽ ഇറക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമുണ്ട് ശരിക്കും. അത് ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഈ റോഡ് തന്നെ നന്നായി കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് തന്നെ ചുറ്റി കളിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അപ്പം പിന്നെ എത്രത്തോളം ചിലവ് വന്നിട്ട് എത്രത്തോളം സമകാലമായിരുന്നു ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്? പ്രവൃത്തി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. താല്പര്യമുള്ളതാണോ? അതുകൊണ്ടായിരിക്കാം ചിലവർ. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പാളിച്ചകളും കുറേ ശ്രമത്തിൻ്റെ ഒടുവിലാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട്. കാരണം ഫൈബറിൻ്റെ മേക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് കൂടുതലാണ്. അതുപോലെ കെമിക്കൽസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ ഫൈബർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടാൽ തന്നെ അറിയാം, ഫ്രണ്ടിലത്തെ പോർഷനെല്ലാം ഫൈബറിങ് ചെയ്തെടുത്തതാണ്, ബാക്കിയുള്ളതാണ് മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ അതിൻ്റേതായ ഓരോ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ സാധാരണഗതിയിൽ പല ആൾക്കാരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്ര ഫിനിഷിങ് പലയിടത്തും കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര ഫിനിഷിങ് ഉണ്ട് വാഹനത്തിന്. അതങ്ങനെ ഉണ്ടാക്കിയത്? ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാൻ ഇപ്പം അറിയില്ല. ചെയ്ത് വന്നപ്പോൾ അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയാത്തതാണ്. അതിൽ വളരെ ഇപ്പോൾ ഒരു സംതൃപ്തി ഉണ്ട് ഇത് കാണുമ്പോൾ അല്ലേ? ഇത് ഇങ്ങനെ ഇട്ടാക്കി ഇങ്ങനെ കുറച്ച് ദൂരം വന്നിട്ട് ഇങ്ങനെ നോക്കാൻ തന്നെ ഒരു രസമാണ്. അതെ, എങ്ങനെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഇപ്പം എല്ലാവരും എന്താ പറയുക, ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞ് കുറേ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെ. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പിന്തുണ കിട്ടുന്നുണ്ടല്ലോ? നല്ല പോലെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരാമെന്ന് പറയുന്നുണ്ട്, വന്നവരുണ്ട്. ഒരുപാട് വലിയ സന്തോഷത്തിലാണ്. നല്ല സന്തോഷത്തിലാണ്. ഏതിലും ഈ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലെങ്കിൽ അത് ഏത് ആഗ്രഹവും പ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പെർളശ്ശേരി സ്വദേശിയായ സരിൻ നമ്മോട് കാണിച്ചിരുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.